ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. മോളൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, അതുകൊണ്ട് ഫസ്റ്റ് ടാസ്ക് കാണാൻ പറ്റിയില്ല, സെക്കൻഡും തേർഡും കണ്ടു. പിന്നെ നമ്മുടെ 2 ടാസ്കിൽ നമ്മുടെ ജിൻഡോ വിന്നായിരിക്കുകയാണ്. അതിൽ രണ്ട് ടാസ്കിൽ ടിക്കറ്റ് ഫിനാലിൽ ഒരു ടാസ്ക് കണ്ടു, ഒരു ടാസ്ക് കണ്ടില്ല. അതിങ്ങനെ ചെറുതായിട്ട് കണ്ടതേ ഉള്ളൂ. ഇങ്ങനെ എന്തോ ഒരു കയറിങ്ങനെ ബാലൻസ് ചെയ്ത് പോയി കട്ട കൊണ്ട് അവിടെ വെച്ച് അങ്ങനെ നിൽക്കണം. അതിന് ഫസ്റ്റ് നമ്മുടെ ചിന്തക്കാണ് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് നല്ല ടഫായിരുന്നു. 12 കട്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ബാലൻസ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജിൻഡോയുടെ കൈ ബെൻഡ് ആവുന്നുണ്ട്. പക്ഷേ ജിൻഡോ എല്ലാവരും വന്ന് ബെൻഡ്. പക്ഷേ 9 മിനിറ്റിന് മുകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജിൻഡോ 3 പോയിന്റ്. അപ്പം മൊത്തം ടിക്കറ്റ് ഫിനാലിൽ 6 പോയിൻ്റായിട്ട് നമ്മുടെ ജിൻഡോ ഉണ്ട്. അഭിഷേകിന് 11 പോയിന്റ് ഉണ്ട്. അഭിഷേക് ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് ടാസ്ക്. നല്ല അഭിഷേകിനെ പറ്റി പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആ ജിൻഡോ കഴിഞ്ഞാൽ എനിക്കിഷ്ടം അഭിഷേകിനെയാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്യുന്നത് അഭിഷേകിനാണ്. കാരണം നല്ലൊരു ജെന്യൂനായ പേഴ്സണായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാം കൊണ്ടും, വസ്ത്രധാരണമായാലും ഒരാളുടെ ബിഹേവിയർ ആയാലും എല്ലാം കൊണ്ടും അഭിഷേകിന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു ലെറ്റേഴ്സ് ടാസ്കിൽ പറയുന്നുണ്ട്, ഞാനൊരു ലഹരിക്കും അടിമയല്ല. കാരണം എന്തിനാ എൻ്റെ അമ്മയ്ക്ക്, എല്ലാവരും ലഹരിക്ക് അടിമയായ പറയും അവൻ്റെ അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയത്, എന്തിനാ അമ്മയ്ക്ക് ചീത്തപ്പേര് കേൾപ്പിക്കുന്നതെന്ന്. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ അമ്മമാരും, ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 മക്കളുണ്ട്, പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവരും. കാരണം എല്ലാ അമ്മമാരും, എല്ലാ ഭാര്യമാരും, എല്ലാ പെങ്ങന്മാരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആങ്ങള, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മകൻ മദ്യം, സിഗരറ്റ് അങ്ങനത്തെ ഒരു ലഹരിക്കും അടിമപ്പെടാതെ ജീവിക്കുന്നതാണ് ഒരു 95% പാരൻസിനും, അമ്മമാർക്ക് മെയിനായിട്ട് ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മോനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. അമ്മ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ, എൻ്റെ മോൻ ഞാനില്ലെങ്കിൽ അവൻ ബെസ്റ്റാണെന്ന്. അങ്ങനെ ഒരു അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അഭിഷേകും, എനിക്ക് ടോപ്പ് 2 ജിൻഡോയുടെ കൂടെ അഭിഷേക് വരണമെന്നാണ് ആഗ്രഹം. ജാസ്മിൻ ആവണ ചാൻസ്, ബട്ട് എനിക്കിഷ്ടം അഭിഷേകിൻ്റെ, നമ്മുടെ ജിൻഡോ കപ്പ് തൂക്കുമ്പോൾ മറ്റേ ഹാൻഡിൽ സെക്കൻഡ് പൊസിഷനിൽ അഭിഷേക് ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്കോ? നിങ്ങളുടെ ആഗ്രഹം ഏതാണ്? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അങ്ങനത്തെ 2 ടാസ്കിൽ നമ്മുടെ ജിൻഡോ വിജയിച്ച് 6ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ലൈവിൽ 10 മണിയാവുന്നില്ലേ, അപ്പോൾ ഞാൻ കിടക്കാൻ പോകും. അപ്പോൾ ഇത്ര സമയം ലൈവ് കണ്ടു, പക്ഷേ ഇനി കാണാൻ പറ്റില്ല. അതിൽ ഒരു പൂച്ചയ്ക്ക് 6 മണി കിട്ടുമെന്നാണ്. ഒരു പൂച്ചയുടെ പ്രതിമ, നമ്മുടെ ഈ ടോക്കിംഗ് ടോമൊക്കെ ഇല്ലേ, അങ്ങനത്തെ പൂച്ചയാണ്. നല്ല അടിപൊളി പൂച്ച, ബ്ലാക്ക് കളർ ടോക്കിംഗ് ടോം, അത് തന്നെയാണ്. ആ പൂച്ചയും നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ 3 മണികൾ കൊടുത്തിട്ടുണ്ട്. ആ 3 മണികളിൽ നമ്മുടെ CID രാംദാസ് ഇല്ലേ, അത് വന്നിങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തേക്കും, മണി അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓടിച്ചെന്ന് പൂച്ചയ്ക്ക് ആ മാല കൊണ്ടിടണം. ഫസ്റ്റ് മാല ഇടുന്ന ആൾ 3 ടങ് പറയുന്നുണ്ട്. അതായത് 3 എണ്ണം, ഒന്ന് എനിക്ക് മനസ്സിലായില്ല കറക്റ്റ് കേട്ടോ. ഒന്ന് ഫസ്റ്റ് റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. രണ്ടാമത്തെ ഒരളിയും മുരളിയും കളരി പഠിക്കാൻ പോയി എന്നാണോ ആ ഫസ്റ്റുള്ള ആ വേർഡ്, എനിക്ക് മനസ്സിലായില്ല. 3ാമത് ഇത്തിരി ടഫാണ്. അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ. ഇതാണ് 3 വേർഡ്സ്. അപ്പോൾ ഇതുവരെ ആരും ആയിട്ടില്ല, എല്ലാവരും ഇരിപ്പാണ്. ജിൻഡോ ഫുഡ് എടുത്ത് വെച്ചിട്ട് വേഗം മാറിക്കഴിഞ്ഞിട്ട് ഫുഡ് അവിടെ വെച്ചുകൊണ്ട് അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. ജാസ്മിൻ ഇരിപ്പുണ്ട്, നന്ദനയുണ്ട്, സിജോ ഉണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ഏത് നേരത്തെ അതൊന്നും പറയാൻ പറ്റില്ല, പാതിരാത്രി ആയിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ ടാസ്ക് ഇതുപോലെ ഒന്നുമില്ല. പക്ഷേ പ്രമോയിൽ കാണിക്കുന്നത് നന്ദനയാണ് കൊണ്ടുപോയി മാല ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നന്ദനയാണ് ഫസ്റ്റ് ഇടുന്നതായിട്ടാണ് പ്രമോയിൽ കാണിക്കുന്നത്. അറിയത്തില്ല ആർക്കാണ് അവിടെ പോയിന്റ്, ലക്ക് വേണം, നല്ലൊരു എന്താ പറയുക, ഓർമ്മശക്തി, IQ വേണം. അതാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ്. ഉറങ്ങാതിരിക്കണം. ഉറക്കത്തിലും ആ ഒരു 3 വേർഡ് ഈസിയാണ്. പക്ഷെ 3ാമത്തെ വേർഡൊക്കെയാണ്. ആദ്യം കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഫസ്റ്റ് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ 3ാമത് കിട്ടുന്ന ആൾ പെട്ടെന്ന് നമ്മൾ ടാസ്കും കൂടെ കഴിഞ്ഞ് ആ ഒരു പരവേശത്തിൽ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകും. എന്തിനായാലും നമുക്ക് ആരായാലും ജയിക്കട്ടെ, നമ്മുടെ ജിൻഡോ ജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ജിൻഡോ ഈ ടാസ്കിൽ ജയിച്ചാൽ 3 പോയിൻ്റായിട്ട് 9 പോയിൻ്റായിട്ട് സെക്കൻഡ് പൊസിഷനിൽ വരാൻ പറ്റും. അങ്ങനെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താ? ടോപ്പ് 2 ആര് വരണമെന്നാണ് നിങ്ങൾക്ക് ഇഷ്ടം? പിന്നെ ജാസ്മിൻ ഇപ്പോൾ സിജോ, നമ്മുടെ എന്താ പറയുക, ജിൻഡോയോട് കുറച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം അവർക്ക് മനസ്സിലായി പുറത്ത് ജിൻഡോയ്ക്ക് അത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്നും ജാസ്മിന് ഹേറ്റേഴ്സ് ഉണ്ടെന്നും മനസ്സിലായി. കാരണം അവർ പാരൻസ് വന്നതോടെ അവളുടെ ഹേറ്റേഴ്സിനെ പറ്റി കറക്റ്റായിട്ട് മനസ്സിലായി. ജിൻഡോയുടെ നമ്മുടെ
ജോജു ജോർജൊക്കെ വന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ജിൻഡോയുടെ പുറത്തുള്ള സപ്പോർട്ട്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുറച്ച് ജിൻഡോനെ വെറുപ്പിക്കാതിട്ടുണ്ട്. പക്ഷെ അവിടെയും സായിയും സിജോയും ജിൻഡോയ്ക്കെതിരെ കളിക്കുകയാണല്ലേ. ജിൻഡോയിനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ എതിരെ കളിക്കുകയാണ്. എന്തുതന്നെയായാലും പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നമ്മുടെ ജിൻഡോ തന്നെയാണ് വിന്നർ. അദ്ദേഹം തന്നെ കപ്പ് തൂക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ബിഗ് ബോസിന് പുറത്തെല്ലാവരും കള്ളനാണ്, കള്ളക്കളി കളിക്കുന്നു എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. എന്നാൽ ഒരു ട്രസ്റ്റ് നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ ജിൻഡോനെ എന്താ പറയുക തോൽപ്പിക്കില്ല. ജിൻഡോ ഒരു പ്രേക്ഷകരുടെ ഞങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങളുടെ വോട്ടിനെ നമ്മുടെ ബിഗ് ബോസ് മാനിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിരുന്നാലും ബിഗ് ബോസ് ഞങ്ങളുടെ ജിൻഡോനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യണം. ഒരു കാരണം കൊണ്ടും അദ്ദേഹത്തെ പുറത്താക്കരുത്. ബിഗ് ബോസിൽ ജിൻഡോ വിജയിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം അത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ജെന്യൂൻ ആണെന്ന് ഫസ്റ്റ് പ്രൂവ് ആകും. സെക്കൻഡ് വൺ വന്ന് ഏറ്റവും കൂടുതൽ അവിടെ ഒരു എന്താ പറയുക കറുത്ത മത്സ്യകന്യകൻ, കരിഞ്ഞ മത്സ്യകന്യകൻ, അങ്ങനെ ഇങ്ങനെ വർണ്ണ വിവേചനം ചെയ്തവരുടെ ഇടയിൽ പ്രേക്ഷകരുടെ സപ്പോർട്ടിന് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വർണ്ണം ആ ഒരു ബ്ലാക്കും അങ്ങനത്തെയൊക്കെ ഉള്ള പ്രശ്നങ്ങളോട് നേരിടുന്ന ഒരുപാട് പേർക്ക് അത് ഗുണവുമാണ്. ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷനാണ് അല്ലേ. ഒരുപാട് പേരുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്യത്തിൽ പോലും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആളുണ്ടാവില്ല. എല്ലാം വൈറ്റ് ആണല്ലേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈറ്റണിങ് ക്രീം വിറ്റ് തീർക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ഇത്. എന്തായാലും ജിൻഡോ വിജയിക്കട്ടെ. ഇതോടെ ഈ ഒരു ഷോയിൽ വർണ്ണ വിവേചനം ഇല്ലാതെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു. വാച്ച് ചെയ്യാൻ മറക്കരുത്. ടോപ്പ് 2 ആരെത്തുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. എൻ്റെ അധികം അഭിഷേകൻ ജിൻഡോ.